ബാഗ്പത്തിലാണ് പടിഞ്ഞാറൻ യുപിയുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് തിരഞ്ഞെടുപ്പ് യാത്ര തുടരുന്നു. കരിമ്പും അതിൻ്റെ വിലയും രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന, പലപ്പോഴും നിർണ്ണയിച്ചിട്ടുള്ള സ്ഥലമാണ് ബാഗ്പത്ത് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ യുപി. ഇവിടുത്തെ മനുഷ്യർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇവർ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെല്ലാം ഈ തിരഞ്ഞെടുപ്പിലും ചർച്ചയാവാനിടയുണ്ടോ? വോട്ടിനെ സ്വാധീനിക്കുമോ? എന്തായാലും എനിക്കൊപ്പം എൻ അശോകൻ, പി ബസന്ത് എന്നിവർ കൂടി ഈ യാത്രയിലുണ്ട്. നമുക്ക് അവരോട് കൂടി സംസാരിക്കാം. അശോകേട്ടാ, നമസ്കാരം. അശോകേട്ടാ, ഈ ബാഗ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയെ സമ്മാനിച്ച ഒരു മണ്ഡലം കൂടിയല്ലേ? അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി ഇതിനില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് ചരൺ സിംഗ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ് കോൺഗ്രസ് നേതാവായിരുന്നു നേരത്തെ. ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു യു പിയിൽ. അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻബലം ഇവിടെ പടിഞ്ഞാറൻ യു പിയിൽ ജാട്ട് മുസ്ലിം കോമ്പിനേഷനാണ്. കഴിഞ്ഞ 2013 ഇവിടെ ഈ ജാട്ടുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വഴക്കും ഒരു ലഹളയും ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഈ ജാട്ട് മുസ്ലിം കുറച്ച് അകന്നിരിക്കുക. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ മകൻ ജയന്ത് ചൗധരി, ഇവരൊക്കെ തന്നെ ആ ജാട്ട് മുസ്ലിം ഐക്യം തന്നെ ആധാരമാക്കിയുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി RLD ആണിപ്പോൾ. RLD ഇപ്പം BJP ആയിട്ട് സഖ്യത്തിൽ വന്നിരിക്കുകയാണ്. RLD BJP സഖ്യം ഇത്തവണ പടിഞ്ഞാറൻ യുപിയിൽ എങ്ങനെ വർക്കാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ നിന്നായിരുന്നു കുറച്ചൊക്കെ വോട്ട് മഹാസഖ്യത്തിന് ലഭിച്ചത്. ഈ തവണ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ബസ്സേട്ടന് തോന്നുന്നു? സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, ശരി തന്നെ. RLD മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ, ബിജ്നോറും ഇവിടെയും ബാഗ്പത്തിലും ഒക്കെ ചിഹ്നത്തിനാണ് വോട്ട്. ചിഹ്നത്തിനായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് NDAക്ക് അനുകൂലമായി അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി തന്നെ വോട്ട് വീഴുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. RLD BJPയുമായി സഖ്യമുണ്ടാക്കിയ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് എന്തായിരുന്നാലും സമാജ്വാദി പാർട്ടിക്ക് തന്നെ പോകും. മാത്രമല്ല, ഇതിൽ മറ്റൊരു വിഷയം, സമാജ്വാദി പാർട്ടി അന്ന് ഈ കലാപവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളൊക്കെ ജാട്ടുകൾക്ക് നേരെയായിരുന്നു. അപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എന്തായിരുന്നാലും ജാട്ട് വോട്ട് വരില്ല. അപ്പോൾ അത് BJPക്ക് തന്നെ പോകുമെന്ന് തന്നെ നമുക്ക് കണക്കൂട്ട് വിലയിരുത്തേണ്ടി വരും. എന്തായാലും സജീവമായി ഈ ജാട്ട് വോട്ടുകൾ തന്നെയാണ്. ഒപ്പം തന്നെ ജാട്ട് വോട്ടുകൾ എന്ന് പറയുമ്പോൾ കർഷകർ വോട്ടുകളാണ് ഇവിടെ വിധി നിശ്ചയിക്കുക. ഇത്തവണ ഈ മേഖലയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ചൊക്കെ RLD BJP സഖ്യത്തിന് അനുകൂലമായ ഒരു നിലയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശക്തമായ മത്സരം ഈ ഇന്ത്യ സഖ്യം ഈ മേഖലയിൽ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. ബാഗ്പത്തിൽ നിന്ന് പി ബസന്തനും N അശോകനും ഷിജു പട്ടുവത്തിനും ഒപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.